നമ്മുടെ ഒരു കേരള കോൺടെക്സ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അർജന്റീനയ്ക്കും ബ്രസീലിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ഇപ്പോൾ ഫിഗോയും ടെക്കോയൊക്കെ ഉള്ള സമയത്ത് പോർച്ചുഗൽ ഉണ്ടായിരുന്നില്ല. CR ആണ് ആ ഒരു ലെവലിൽ ഇവിടെ ഒരു ഫാൻ ബേസ് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ നമ്മൾ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന പിള്ളേർക്കിടയിൽ CR ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. ബ്രസീലിനും അർജന്റീനയ്ക്കും ഈ രീതിയിൽ ഫാൻസ് ഉണ്ടാവുകയും അത് അതുപോലെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ഇവിടുത്തെ ഒരു സ്വഭാവ സവിശേഷത എന്താണ്? അതെനിക്ക് തോന്നുന്നു കുറേയൊക്കെ കളിയുടെ ശൈലി അനുസരിച്ചിട്ടും കൂടിയാണ്. ഇപ്പോൾ ബ്രസീൽ മിക്ക സമയത്തും അവർക്ക് അത്രയും മികച്ച കളിക്കാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മാവനൊക്കെ ആദ്യത്തെ തലമുറ ബ്രസീൽ സപ്പോർട്ടേഴ്സായിരുന്നു. അവർ സപ്പോർട്ടേഴ്സ് ആവുന്നത് പെലെ എന്ന 17 വയസ്സുകാരൻ ലോകകപ്പ് ജയിക്കുന്നു അങ്ങനത്തെ ഒരു തലമുറ ഫാൻസ് ആയതാണ്. പക്ഷെ അവരൊന്നും ഈ ബ്രസീൽ കളിക്കുന്നത് കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഒരു തലമുറ ഇത് ടി വിയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ സീക്കോ, സോക്രട്ടീസ് അവരുടെയൊക്കെ അവസാന കാലം കണ്ടു. പിന്നെ റൊമാറിയോ, ബെബറ്റോ, അത് കഴിഞ്ഞിട്ട് റിവാൽഡോ, R9, റൊണാൾഡിനോ, അങ്ങനത്തെ ഒരു കൂട്ടം കളിക്കാർ, പിന്നെ കക്ക, പിന്നെ നെയ്മർ. അപ്പം എല്ലാ തലമുറയിലും ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർ കളിക്കാരുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഫാൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കളിക്കാരോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. അർജന്റീനയ്ക്കും അതേപോലെ. അർജന്റീനയുടെ ഫാൻ ബേസ് തുടങ്ങിയത് മാരഡോണിൻ്റെ 86-ലത്തെ ലോകകപ്പോട് കൂടിയാണ്. പിന്നീട് അവർക്കൊരു വളരെ മികച്ച 2 തലമുറ ഉണ്ടായിരുന്നു. ഒന്നും ജയിച്ചില്ലെങ്കിലും ആ കളിക്കാരുടെ കളി കാണാൻ ആൾക്കാർക്കൊരു ഹരമായിരുന്നു. ഒരു റിക്കൽമെ, വെറോൺ, ബാറ്റിസ്റ്റൂട്ട, ഓർട്ടേഗ, പാബ്ലോ എയ്മർ, അങ്ങനത്തെ കുറേ കളിക്കാർ. പിന്നെ മെസ്സിയുടെ തലമുറയായി. മെസ്സി പിന്നെ വേറെ തന്നെ ഒരു ലെവലിലുള്ള ആരാധനയാണ് ആൾക്കാർക്ക്. അപ്പം അത് മെയിനായിട്ട് ആ പേഴ്സണാലിറ്റി ബേസ്ഡ് കളിക്കാരുടെ ക്വാളിറ്റി കാരണമുള്ളതാണ്. ഗോഡ് ഡിസ്കഷൻ ഒരിക്കലും അവസാനിക്കാത്ത, എല്ലാ കാലത്തും തർക്കമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറിൻ്റെ ഒരു വേർഷനിൽ ഹു ഈസ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും മാരഡോണ എന്നേ പറയുള്ളൂ. കൺസിസ്റ്റൻസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെസ്സി. കൺസിസ്റ്റൻസി പ്ലസ് ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സിയുടെ അടുത്ത് എത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മാരഡോണയ്ക്ക് ഇക്കാലത്ത് കളിക്കണം. ഇപ്പോൾ എംബാപ്പെ ആയാലും മെസ്സി ആയാലും CR7 ആയാലും ഇവർക്കൊന്നും കിട്ടിയ പ്രൊട്ടക്ഷൻ ഇല്ലാതെയാണ് മാരഡോണ കളിച്ചത്. അക്കാലത്തെ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ വീഡിയോനൊക്കെ റേറ്റിംഗ്, റേറ്റിംഗ് എന്നൊക്കെ കൊടുക്കുക, അങ്ങനത്തെ ടാക്ലിംഗ് ആയിരുന്നു ആ കാലത്ത്. അപ്പം അതൊക്കെ ശരിക്കും അതെ. ഞാൻ ആദ്യം സൗത്ത് കൊറിയയുടെ കളി കാണുന്നത് 86 ലോകകപ്പിൽ. അവർ അർജന്റീനയ്ക്കെതിരെയാണ് ആദ്യത്തെ കളി. 3-1 തോന്നുന്നു അർജന്റീന ജയിച്ചത്. പക്ഷെ എനിക്ക് ആകെ ഓർമ്മയുള്ളത് 90 മിനിറ്റും ഇവർ ബോളൊന്നും കളിക്കാൻ നോക്കില്ല, മാരഡോണയെ ചവിട്ടാൻ നോക്കുക 90 മിനിറ്റ്. അപ്പോഴത്തെ റെഫറീസ് ആണെങ്കിൽ യെല്ലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പേരിനൊരു യെല്ലോ കൊടുക്കുന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഫുൾ സ്കെയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ നടത്തി അത് ഉറുഗ്വേയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ മാത്രമേ ഒരു റെഡ് കാർഡ് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്ന റെഡ് കാർഡിനൊന്നും അപ്പം യെല്ലോ പോലും കൊടുക്കില്ല. അപ്പം അങ്ങനത്തെ ഡിഫൻഡേഴ്സിനെതിരെ കളിച്ചു. പിന്നെ ആരും കേൾക്കാത്തൊരു ക്ലബ്ബായിരുന്നു നാപ്പോളിയെ ഇറ്റാലിയൻ ചാമ്പ്യന്മാരാക്കി. ഒരു പ്രാവശ്യമില്ല 2 തവണ യൂറോപ്യൻ ഒരു ട്രോഫി നേടി. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇപ്പം മെസ്സിയും CR7-ഉം എംബാപ്പയൊക്കെ ടോപ്പ് ക്ലബ്സിന് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അവരോടിപ്പോൾ നിങ്ങളൊരു കോമോയിൽ പോയി നീ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ മാരഡോണ ശരിക്കും അതാണ് ചെയ്തത്. ബാഴ്സലോണയുടെ സ്വർഗം നഷ്ടപ്പെടുത്തി നെപ്പിൾസിൽ അഴുക്കുചാൽ പുലിക്കുക എന്നൊക്കെ രീതിയിൽ. അതെ, ബാഴ്സലോണയിൽ പോയപ്പോഴാണ് ആ ഒരു ഭയങ്കര ആ ടാക്കിൾ. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഉണ്ടാവുന്നു, ഗോയ്ക്കോചെയ എന്ന് പറഞ്ഞ ഡിഫൻഡർ. അത് ശരിക്കും ഒരു കരിയർ അവസാനിപ്പിക്കുന്ന ഒരു ടാക്കിൾ. അത് കണ്ടാൽ നമുക്ക് ശരിക്കും ഞെട്ടും, അത്രയും മോശം ഒരു ടാക്കിൾ പറ്റുന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ അപ്പോഴത്തെ സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. പല കളിക്കാരുടെയും കരിയർ അതോടെ അവസാനിക്കും. അപ്പോൾ അത് ഫുട്ബോൾ കളത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു പലതരത്തിൽ. അദ്ദേഹം ഒരാളുടെയും പ്രിയപ്പെട്ട പുത്രനായിരുന്നില്ല. കൃത്യമായിട്ട് രാഷ്ട്രീയം പറയാറുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കും കുറേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആകർഷണം അതും കൂടിയാണ്. ഒരു
മാരഡോണ എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു പല റിബൽ കളിക്കാരും, സാധനം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, ഇപ്പോഴത്തെ പല ആൾക്കാരും ഇപ്പൊ സ്ലാറ്റാൻ എന്ന് പറഞ്ഞൊരു കളിക്കാരന് ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ സ്ലാറ്റാൻ്റെ ഇമേജ് മുഴുവൻ ഒരു മാനുഫാക്ചർഡ് ഇമേജ്, അത് ശരിക്കും റിയൽ അല്ല. അത് ഒരു ഇഫക്റ്റിന് വേണ്ടി പറയണ പല കാര്യങ്ങളുമാണ്. സ്ലാറ്റാൻ തന്നെ അത് വിശ്വസിക്കുന്നില്ല ശരിക്കും. പക്ഷെ മാരഡോണ അങ്ങനെ, മാരഡോണ 100% ജെന്യുവൻ ഇതായിരുന്നു. 24 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്താ കണ്ടിരുന്നത് അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. അത് നല്ലതും ചീത്തയും രണ്ടും, അത് രണ്ട് വശവും ഉണ്ടായിരുന്നു. ഒരു ഡിയേഗോയും ഒരു മാരഡോണയും രണ്ടും ഒരുമിച്ച് ഒരു ശരീരത്തിൽ. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ സമയത്ത് പേഴ്സണലി സാറിനുണ്ടായിരുന്നൊരു ഇമോഷണൽ കാര്യം എന്തായിരുന്നു? എനിക്ക് വളരെ സങ്കടമായിരുന്നു. പക്ഷെ അത് വലിയൊരു ഞെട്ടിക്കണ വാർത്തയൊന്നും ആയിരുന്നു. എത്രയോ കൊല്ലമായിട്ട് ആൾക്കാരത് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. ഇത്രയും 60 വയസ്സ് വരെ എത്തിയല്ലോ എന്നായിരുന്നു എനിക്കൊരു അതിശയം. ഈ രണ്ട് ഏറ്റവും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കഴിവുള്ള രണ്ട് വ്യക്തികൾ, ജോർജ് ബെസ്റ്റ് കുടിച്ച് 60-ാം വയസ്സിൽ മരിച്ചു. മാരഡോണ വേറെ ഒരു വഴിക്ക് പോയി. ഇവർ രണ്ടുപേരും ആർക്കും അത് തടയാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു എന്താ പറയുക, ആപ്പിറ്റൈറ്റ് ഫോർ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പാതയിൽ പോയ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ പുതിയ കാലത്തെ, അതായത് സോഷ്യൽ മീഡിയ കാലത്ത് ഒരു ഗോഡ് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ സിആറിനെ കൂടെ അതിൽ ചേർക്കുന്നുണ്ട്. അതെ, മെസ്സിയും സിആറും തമ്മിലുള്ളൊരു കമ്പാരിസണിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഗോൾ അടിക്കണ കാര്യത്തിൽ റൊണാൾഡോൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് ആരായാലും. ഇപ്പം എംബാപ്പെ ആ ലെവലിൽ എത്തുന്ന ഉറപ്പാണ് കരിയർ അവസാനിക്കുമ്പോഴേക്കും. പക്ഷെ ഒരു ജീനിയസ് ലെവൽ ഫുട്ബോൾ സ്കിൽസ് വെച്ച് നോക്കുമ്പോൾ മെസ്സിക്ക് അപ്പുറം മെസ്സിയുടെ ലെവലിൽ ഞാൻ ആകെ എൻ്റെ ജീവിതകാലത്ത് ഞാൻ യോഹാൻ ക്രൂയിഫിനെയും പെലെയൊന്നും ഡി സ്റ്റെഫാനും അവരുടെ ഒന്നും കളി ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അവരെ പറ്റി പറയാൻ യോഗ്യനല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കളിക്കാരിൽ ആ മെസ്സിയുടെ ലെവൽ സ്കിൽസ്, ആ മാജിക്ക് പറ്റിയിരുന്ന കളിക്കാർ ഒന്ന് മാരഡോണ, സിഡാൻ, പിന്നെ വളരെ കുറച്ച് കാലത്തിന് മാർക്കോ വാൻ ബാസ്റ്റൻ. അത്രയും മികച്ച കളിക്കാരനാണ് വാൻ ബാസ്റ്റൻ. പിന്നെ ഒരു ഓൾറൗണ്ട് കളിക്കാരനായിട്ട് റൂഡ് ഹുള്ളിറ്റ്. ഇവർ 4-5 പേരാണ്. R9 പിന്നെ ഒരു ഫിനിഷറായിട്ടും ഞാൻ ഒരു കളിക്കാരനെയും, ഇപ്പം എംബാപ്പെ ആയാലും CR7 ആയാലും അവർ R9ൻ്റെ അടുത്ത് ആരും എത്തില്ല. അതിപ്പോൾ ഞാൻ പറയണ്ട, നിങ്ങളിപ്പോൾ ഒരു മോൾഡീനിയോടോ റിയോ ഫെർഡിനാൻഡിനോടോ ബെക്കമിനോടോ സിഡാനിനോട് ചോദിച്ചാൽ, സിഡാൻ R9 CR7നെ കോച്ച് ചെയ്തതാണ് 3 ചാമ്പ്യൻസ് ലീഗ് ജയിക്കുമ്പോൾ. പക്ഷെ ഇവരൊക്കെ R9 പറയുള്ളൂ. അത്ര മോസ്റ്റ് കംപ്ലീറ്റ് ഫിനിഷർ, സ്ട്രൈക്കർ. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഒലിവർ ഖാനെതിരായ പ്രകടനമൊക്കെ നല്ല ഗംഭീരമായിരുന്നു. അല്ല, ക്ലബ് ലെവലിലും ആദ്യത്തെ ഒരു ബാഴ്സലോണയിൽ ഒരു കൊല്ലമൊറ്റേ നിന്നുള്ളൂ തോന്നുന്നു. പക്ഷെ ആ ഒരു കൊല്ലത്തെ കളി മറക്കാൻ പറ്റാത്ത കളിയായിരുന്നു. ആ ചില ഗോൾസ് ഹാഫ് വേ ലൈനിൽ നിന്ന് ഓടി 5 കളിക്കാരെ ബീറ്റ് ചെയ്യുക, പിന്നെ ഒരു ചിരിയോടുകൂടി കളിച്ചിരുന്ന കളിക്കാരനായിരുന്നു. ഒരു ഈഗോ ഒന്നുമില്ല, ഒരു ചിരിച്ചുകൊണ്ട് കളിക്കുക. അതൊരു ഭയങ്കര ഒരു ഹരം തന്നെയായിരുന്നു ആ പീക്ക് റൊണാൾഡോനെ R9നെ കാണാൻ. ഇപ്പോൾ ഇനി നമ്മൾ വീണ്ടും വേൾഡ് കപ്പിലേക്ക് തന്നെ വരുമ്പോൾ, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, നെയ്മർ, ലുക്ക മോഡ്രിച്ച്, മാനുവൽ ന്യൂയർ, അങ്ങനെ ഡിബ്രൂയിന്, ഒരുപാട് ലെജൻഡറി താരങ്ങളുടെ ഒരു ലാസ്റ്റ് ഡാൻസ് തന്നെയാണ്. ഫുട്ബോൾ ഇവരെ എത്രത്തോളം മിസ് ചെയ്യും? ഫുട്ബോൾ അങ്ങനെ കുറേ പേര് വന്നും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ പെലെയൊക്കെ 29 വയസ്സിലാണ് വിരമിച്ചത്. പലരും ചോദിച്ചു എന്തിനാണ്. പക്ഷെ 3 ലോകകപ്പ് ജയിച്ചു, ഇനിയിപ്പോൾ എന്ത് നേടാമെന്നുള്ളതിൽ 1970 തന്നെ വിരമിച്ചു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് കുറേ നീണ്ട ഒരു കരിയറാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മാരഡോണൻ്റെ തന്നെ ശരിക്കും പീക്ക് എന്ന് പറയാനുള്ളത് ഒരു 7-8 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇവർ ഇത്രയും കാലം കളിച്ചുവല്ലോ എന്ന്, അത് ശരിക്കും ഒരു അതിശയമാണ്. അതാണ് ഞാൻ ഇപ്പം മെസ്സിയുടെ ആ കൺസിസ്റ്റൻസിയാണ് നോക്കുന്നത്. 2006 തൊട്ട് 26 വരെ ഈ ലെവലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. അത് CR7ൻ്റെ അതെ, രണ്ടുപേരും ഇത്രയും കാലം ആ സ്റ്റാൻഡേർഡ് താഴാതെ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. വേറെ ഒരു കളിക്കാരും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു റെക്കോർഡ് ഗോൾ സ്കോറിംഗ് ആയിരിക്കും വരാൻ പോകുന്നത്. റെക്കോർഡായിരിക്കുമോ എന്ന് പറയാൻ ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ റെക്കോർഡ് 13 ഫോണ്ടൈൻ്റെ, അത് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ 10 എനിക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. 10 എത്തുന്ന ഇത്തവണ, പ്രത്യേകിച്ച് എംബാപ്പെ അല്ലെങ്കിൽ
മെസ്സിയോ CR7 ഫൈനൽ റൗണ്ട്സ് ഒരു സെമി വരെയൊക്കെ എത്തുകയാണെങ്കിൽ അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടീംസും ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് കളിക്കാൻ വന്നിരിക്കുക. ആരും അങ്ങനെ ഒരു പാർട്ട് ദ ബസ് ഫിലോസഫിയോട് കൂടി വളരെ ചുരുക്കം ടീംസേ അങ്ങനെ കളിക്കാൻ നോക്കിയിട്ടുള്ളൂ. ഇനി അവസാനമായിട്ടൊരു പ്രഡിക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പ് ഇതുവരെയുള്ള ഗ്രൂപ്പ് റൗണ്ട് തീരുമ്പോൾ ചാമ്പ്യൻസ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്? ഞാൻ ഇപ്പോഴും ഫ്രാൻസിനെ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ 6 ആഴ്ചയ്ക്കുള്ളിൽ 8 കളി കളിക്കണം. അതും അതിലത്തെ പല കളികളും വളരെ ഭയങ്കര ചൂടിൽ 35-36 ഡിഗ്രി ചൂടിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല സ്ക്വാഡുള്ള ടീം, ഏറ്റവും അധികം കളിക്കാരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീം, അവർക്കായിരിക്കും ഒരു മുൻതൂക്കം. അതിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ ഫ്രാൻസ്, പോർച്ചുഗൽ, അങ്ങനത്തെ രണ്ട് ടീമാണ് എനിക്ക് ഏറ്റവും ഡെപ്ത് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് ചാൻസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകകപ്പിലത്തെ ഏറ്റവും മികച്ച കളിക്കാരനാവാൻ സാധ്യതയുള്ള ഒരാൾ ഒളീസയാണ്. അസിസ്റ്റ് കുറേ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഫീഡ് ചെയ്യേണ്ട എംബാപ്പയാണ്. എംബാപ്പെ ഒരു സുപ്രീം ഗോൾ സ്കോററാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ കാരണം ഞാനിപ്പോഴും ഫ്രാൻസിനെ പറയുള്ളൂ. അതുപോലെ ഗോൾഡൻ ബോളും നോക്കുമ്പോൾ ഒലീസയും എംബാപ്പയും തന്നെയാണ്. ഗോൾഡൻ ബോളിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ഗോൾഡൻ ബൂട്ട് ഞാൻ എംബാപ്പെ എന്നാണ് പറയുന്നത്. ഗോൾഡൻ ബോൾ പക്ഷെ അത്രയും നല്ല കളിക്കാരല്ല. ഇപ്പോൾ ഒരു 5-6 ടീമിലുണ്ട്. ഇപ്പോൾ യമാൽ ആവാൻ പറ്റും, CR7 ആയിക്കൂടാന്നില്ല, മെസ്സി ആവാൻ പറ്റും. ഇപ്പം അല്ലാത്ത ടീംസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ കുറച്ച് പേര്, വിനീഷ്യസ് ഉണ്ട്, മത്തായസ് കുഞ്ഞിക്ക് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ കളിക്കാർ സാധ്യതയുണ്ട്. അതെ, അപ്പം അങ്ങനെ കുറേ മികച്ച കളിക്കാരുണ്ട്. അപ്പം അത് പറയാൻ തീരെ. അപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരുപാട്, ഇപ്പം നമ്മൾ വേൾഡ് കപ്പിന് മുമ്പേ തന്നെ ഒരുപാട് സംസാരിച്ചായിരുന്നു ഈ വേൾഡ് കപ്പിൽ ഇറങ്ങാൻ പോകുന്ന യങ്സ്റ്റേഴ്സിനെ കുറിച്ച്. ഈ ആദ്യത്തെ ഒരു റൗണ്ട് കഴിയുമ്പോൾ അവരൊക്കെ പ്രതീക്ഷിക്കാത്ത പ്രകടനം കാഴ്ചവെച്ചെന്ന് തോന്നുന്നുണ്ടോ? കുറേ പേര് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൻ്റെ മൻസാമ്പിയുടെ കാര്യം പറഞ്ഞു. ആദ്യത്തെ കളിയൊന്നും സ്റ്റാർട്ടർ പോലും ആയിരുന്നില്ല, അവസാനത്തെ കളി ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു. മറ്റേ അയൂബ് ബുവാദി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു കളിക്കാരനാണ്. പിന്നെ ഐവറി കോസ്റ്റിൻ്റെ ഡിയോമാൻ്റെ, ഫ്രാൻസിൻ്റെ പല കളിക്കാരും ഇപ്പോഴും വളരെ ചെറുപ്പമാണ്. അവർ ക്ലബ് കളി കാരണം പലരും മുമ്പ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇവരൊക്കെ ഡുവയ്ക്ക് 20-21 വയസ്സുകാരനാണ്, ബാർക്കോളയ്ക്ക് 23 വയസ്സൊക്കെ. അപ്പം അതും ഒരു ചെറുപ്പമായിട്ടുള്ളൊരു ടീമാണ്. ബ്രസീലിൽ ഇപ്പോൾ റയാൻ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എൻട്രിക്ക് എനിക്ക് ഉറപ്പാണ് ഇനിയും കുറേ മിനിറ്റ്സ് കിട്ടും. ഇപ്പോൾ സീക്കോം ടോസ്റ്റാവും ഒക്കെ പറയുന്നത് നെയ്മാറിലല്ല ശ്രദ്ധ വേണ്ടത്, നമ്മൾ കപ്പ് ജയിക്കണമെങ്കിൽ എൻട്രിക്ക് കുറേയും കൂടി കളിക്കണം എന്നാണ് അവരവിടെ ബ്രസീലിൽ പറയുന്നത്. അപ്പം അങ്ങനത്തെ കളിക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധയിൽ വരും. ഏറ്റവും അവസാനമായിട്ട്, ഇപ്പോൾ നമ്മൾ ജനസംഖ്യയിലും നല്ല കാര്യം എന്നറിയാം, എന്നാൽ പോലും ക്യുറസാവയും കേപ്പ് വേർഡേയും ഒക്കെയുള്ള ടീമുകൾ വരുന്നു. 40 കോടി ജനങ്ങളുള്ള നമ്മൾ അത് നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളുടെ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോളിനെ കുറിച്ച് നമുക്കിപ്പോഴും ആശങ്കകളാണ്. എന്ന് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ താരങ്ങൾ പലപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്നു. ഇന്ത്യൻ ഫുട്ബോൾ എന്തെങ്കിലും കാലത്തിൽ നന്നാവും, അല്ലെങ്കിൽ ഒരു സമീപ ഭാവിയിലെങ്കിലും ലോകകപ്പ് പോലെയുള്ള ഒരു വേദിയിൽ പന്ത് തട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഏത് ടീമിനും നന്നാവും. ഇപ്പോൾ ജപ്പാൻ 98-ന് മുമ്പ് ക്വാളിഫൈ ചെയ്തിട്ട് പോലുമില്ല. 93-ലാണ് അവർ നാഷണൽ ലീഗ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് വെറുതെ പേരിനൊരു ലീഗ് ഉണ്ടാക്കിയതല്ല, അവരൊരു 100 കൊല്ലത്തേക്കൊരു പ്ലാനായിട്ടാണ് അത് തുടങ്ങുന്നത്. ഇത്ര ക്ലബ്ബുകൾ ഞങ്ങൾ തുടങ്ങും, ആദ്യത്തെ കൊല്ലത്തിൽ ഇത്ര ടീം ടോപ്പ് ഡിവിഷനിലുണ്ടാകും, പിന്നെ 2ാം ഡിവിഷൻ തുടങ്ങും, പിന്നെ 3, അങ്ങനെ ഒരു പ്ലാനായിട്ട്. പിന്നെ രാഷ്ട്രീയക്കാർക്കല്ല ഇത് പദവികൾ കൊടുക്കേണ്ടത്, കളി അറിയണവർക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 10 കൊല്ലം കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ടാലൻ്റ് ഇല്ലാത്തതല്ലല്ലോ പ്രശ്നം. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ക്ലബ്ബ് പോലും ഇല്ല. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ ക്ലബ്ബുകൾ വരുന്നത്. അതിനു മുമ്പ് എവിടെ പോയി കളിക്കാനാണ്? അപ്പം അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്തും സാധിക്കും. തീർച്ചയായിട്ടും വരും ഭാവിയിലെങ്കിലും നമുക്ക് നോക്കാം. പ്രത്യേകിച്ച്
ജപ്പാനെ പോലെയുള്ള, അപ്പോൾ അവർ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, ഈ സ്ട്രക്ചർ കൂടാതെ കുറച്ച് നമ്മുടെ കളിക്കാരുടെ ഭാഗത്ത്, നമ്മുടെ ഏറ്റവും മികച്ച കളിക്കാരുടെ ഭാഗത്തു നിന്ന് അവർ ഒന്ന് പുറമേ പോയി കളിക്കാൻ നോക്കണം. ഇപ്പം പലപ്പോഴും ഇപ്പോൾ ഗുർപ്രീത് സന്ധുവും ഇവരും സുനിൽ ഛത്രിയൊക്കെ പോയി ഞാൻ ബെഞ്ചിലായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. കുറച്ചു കാലം ബെഞ്ചിലൊക്കെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ സൗത്ത് കൊറിയയുടെ ചാബുംകുൺ ആദ്യം വെസ്റ്റ് ജർമ്മനിയിലെത്തിയപ്പോൾ, അപ്പോൾ വെസ്റ്റ് ജർമ്മനി ആയിരുന്നു, ഡാംസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു ക്ലബിന് ഒരു കളിയാണ് കളിച്ചത് ഒരു സീസണിൻ്റെ പകുതിയൊക്കെ. പിന്നീട് പക്ഷേ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് പോയിട്ട് അവിടെ സ്റ്റാർട്ടറായി ഒരു യൂറോപ്യൻ ട്രോഫി ജയിച്ചു. അതേപോലെ ജപ്പാൻ്റെ ആദ്യത്തെ കളിക്കാരൻ യൂറോപ്പ് പോകുന്നത് 77, ഏകദേശം 50 കൊല്ലമായിരുന്നു. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. കുറച്ച് പേരെങ്കിലും മികച്ച ലീഗ് പോയി കളിക്കാൻ നോക്കണം. അത് നിങ്ങൾക്ക് ആദ്യം തന്നെ കളി കിട്ടിയെന്ന് വരില്ല, പക്ഷെ അത് പ്രയത്നിച്ച് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് ഒരാൾ മതി ഒരു രാജ്യത്തിൻ്റെ ഇത് മാറ്റാൻ വേണ്ടി. ഇപ്പോൾ എക്വഡോറിൻ്റെയൊക്കെ അലക്സ് അഗുനാഗ 90കളിൽ വന്നൊരു കളിക്കാരന് 2002 ലോകകപ്പിലാണ് അവർ ആദ്യം കളിക്കേണ്ടത്. അപ്പോൾ അവർ മാതൃകയായിട്ട് ഒരു കളിക്കാരനെങ്കിലും വേണം. റൈറ്റ്, വളരെ നന്ദി സാർ. വേൾഡ് കപ്പിൻ്റെ അടുത്ത റൗണ്ടുകളിൽ തീർച്ചയായിട്ടും സാറിൻ്റെ സേവനം നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.